महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. അങ്ങനെ 12 വർഷത്തെ വനവാസം അവസാനിപ്പിച്ച് അർജുനൻ മാത്രമായിട്ട് തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. ആ സമയത്ത് ദ്വാരകയിൽ തന്നെയായിരുന്നു സുഭദ്ര. ഇന്ദ്രപ്രസ്ഥത്തിലെത്തി യുധിഷ്ഠിരനെ വന്ദിച്ചു, ബ്രാഹ്മണാദികളെയൊക്കെ വന്ദിച്ചു. പിന്നീട് ദ്രൗപദിയുടെ അടുത്ത് പോയപ്പോൾ സ്വാഭാവികമായും എല്ലാ സ്ത്രീകളെയും പോലെ ദ്രൗപദിയും പ്രണയകോപം നടിച്ച് പറഞ്ഞു, എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് വന്നത്? അവിടെ ആ യാദവ രാജകുമാരിയുടെ അടുത്ത് തന്നെ നിന്നാൽ പോരായിരുന്നോ എന്നൊക്കെ അർജുനനോട് ചോദിക്കും. മാത്രമല്ല, അവിടെ പാഞ്ചാലി പറയുന്ന ഒരു കാര്യം ഇതാണ്: ഭാരത്തിൻ്റെ കെട്ട് എത്ര മുറുക്കിയാലും ആദ്യത്തെ കെട്ട് കുറച്ചൊന്ന് അയഞ്ഞിരിക്കും. അതായത് രണ്ടാമത് ഒരു പത്നി വന്നാൽ പിന്നെ ആദ്യത്തെ പത്നിക്ക് വലിയ സ്ഥാനമൊന്നും ഉണ്ടാവുകയില്ല. ഇങ്ങനെയൊക്കെ ദ്രൗപദി പറഞ്ഞപ്പോൾ അർജുനൻ എങ്ങനെയൊക്കെയോ പല അനുനയ വാക്കുകളും പറഞ്ഞ് ദ്രൗപദിയെ സമാധാനിപ്പിച്ചു. അതിനുശേഷം ദ്രൗപദിയുടെയും കൂടെ സമ്മതത്തോടുകൂടിയാണ് അർജുനൻ തിരിച്ചു വീണ്ടും ദ്വാരകയിൽ വന്ന് സുഭദ്രയെ, അപ്പോഴും ഒരു രാജകുമാരിയുടെ വേഷഭൂഷാദികളോടെ അല്ലാതെ ഒരു സാധാരണ ഗോപികയുടെ വേഷത്തിലാണ് സുഭദ്രയെയും കൂട്ടി അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്നത്. കാരണം അവിടെയും ദ്രൗപദിക്ക് ഒരു മനക്ലേശം ഉണ്ടാവരുത് എന്ന് അർജുനൻ ആഗ്രഹിച്ചു. വലിയ വേഷഭൂഷാദികളോടെയൊക്കെ സുഭദ്രയെ കാണുമ്പോൾ സ്വാഭാവികമായും ഒരു സ്ത്രീ മനസ്സ് വിഷമിക്കും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് അർജുനൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ സുഭദ്ര കുന്തിദേവിയെ വന്ദിച്ചു. പിന്നീട് ദ്രൗപദിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ദാസിയാണ്. എന്തായാലും രണ്ടുപേരും ആ സൗഹാർദ്ദത്തിൽ തന്നെ അവിടെ കഴിഞ്ഞു വന്നു. അതേസമയം അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി എന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങ് ദ്വാരകയിൽ നിന്ന് വധുവിൻ്റെ സംഘം വരൻ്റെ വീട്ടിലേക്കുള്ള സമ്മാനങ്ങളുമായിട്ട് ഒരു ഘോഷയാത്രയായി അവർ പുറപ്പെട്ടു. അങ്ങനെ അവർ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി തങ്ങളുടെ ഒരു സന്തോഷം എന്ന രീതിയിൽ ഒരുപാട് സമ്മാനങ്ങൾ യുധിഷ്ഠിരന് സമ്മാനിച്ചു. ഒരുപാട് ദാസിമാർ, കുതിരകൾ, ധനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സമർപ്പിച്ചു. എല്ലാവരും ഭക്ഷണങ്ങളും ആഘോഷങ്ങളും ഒക്കെയായി അവിടെ കുറച്ച് ദിവസം താമസിച്ചു. അതിനുശേഷം ബലരാമൻ്റെ നേതൃത്വത്തിൽ ബാക്കി എല്ലാവരും തിരിച്ച് ദ്വാരകയിലേക്ക് വന്നെങ്കിലും ഭഗവാൻ അവിടെ തന്നെ താമസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അർജുനനിൽ നിന്ന് സുഭദ്ര ഗർഭം ധരിച്ചു. അവർക്കുണ്ടായ മകനാണ് അതിതേജസ്വിയായ അഭിമന്യു. സൗന്ദര്യത്തിൽ കൃഷ്ണനെ പോലെ എന്നാണ് പറയുന്നത്. അത്രയും സുന്ദരനായിരുന്നു ഭഗവാൻ. അപ്പോഴും ഇന്ദ്രപ്രസ്ഥത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് മരുമകനൊക്കെ ജനിച്ചപ്പോൾ ആ മരുമകനെയും കൊഞ്ചിച്ച് കളിപ്പിച്ചുകൊണ്ട് അവിടെ അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു. അതേസമയം തന്നെ ഇവിടെ പാഞ്ചാലിക്ക് ഈ 5 പേരിൽ നിന്നുണ്ടായ മക്കളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. യുധിഷ്ഠിരനിൽ നിന്ന് പ്രതിവിന്ധ്യൻ, ഭീമനിൽ നിന്ന് സുതസോമൻ, അർജുനനിൽ നിന്ന് ശ്രുതകർമാവ്, നകുലന് ശതാനീകൻ, സഹദേവനിൽ നിന്ന് ശ്രുതസേനൻ. ഇങ്ങനെ എല്ലാ മക്കളും അർജുനനിൽ നിന്ന് തന്നെയാണ് അസ്ത്രവിദ്യകളൊക്കെ പഠിച്ചത്. അതേസമയം പിന്നീടുള്ള യുധിഷ്ഠിരൻ്റെ ആ രാജവാഴ്ചയെക്കുറിച്ച്, വളരെ ഗംഭീരമായ ഐശ്വര്യപൂർണമായ ആ രാജവാഴ്ചയെക്കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ മഹാഭാരതത്തിൽ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരൊറ്റ വരിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പൊതുവേ ലക്ഷ്മി
ഒരിടത്തും സ്ഥിരമായി നിൽക്കില്ല എന്നാണ് പറയുക. ലക്ഷ്മി അസ്ഥിരയാണ് എന്ന് പറയും. പക്ഷേ ആ ഒരു പറച്ചിലിൽ കാര്യമില്ല എന്ന രീതിയിൽ ആയിരുന്നു അത്രേ ധർമ്മപുത്രരുടെ ഭരണം. അതായത് എല്ലായിടത്തും ലക്ഷ്മി ദേവി കളിയാടിയിരുന്നു എന്നർത്ഥം. അങ്ങനെ കൃഷ്ണനും അവരുടെ കൂടെ തന്നെ എത്ര വർഷം എന്നൊന്നും പറയുന്നില്ല, എങ്കിലും ഒരുപാട് കാലം അവിടെ വസിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇരിക്കെ നല്ല ചൂടുകാലം വന്ന സമയത്ത് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, നമുക്ക് യമുനാ തീരത്ത് കുറച്ചു നാൾ ഉല്ലസിച്ചു വസിക്കാം. അപ്പോൾ ഈ യമുനാ തീരത്ത് വസിക്കാനായിട്ട് രമ്യഹർമ്മ്യങ്ങൾ, വിഹാര കേന്ദ്രങ്ങൾ, ഈ വിനോദസഞ്ചാരത്തിനായിട്ട് പ്രത്യേകം കൊട്ടാരമല്ല, ഒരു ചെറിയൊരു മന്ദിരങ്ങൾ തന്നെ അവിടെ പണിതിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് കൃഷ്ണാർജുനന്മാരും കൂടെ ദ്രൗപദിയും സുഭദ്രയും യാത്രയായി. അവരുടെ കൂടെ ഗായിക സംഘം, നൃത്തസംഘം, വാദ്യസംഘം, പിന്നെ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിട്ടൊരു വിനോദസഞ്ചാരം തന്നെയായിരുന്നു അവിടെ അവർ ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ കൃഷ്ണാർജുനന്മാർ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അങ്ങനെ അവരങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് രസിച്ച് ഇരിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നമുക്ക് കുറച്ചങ്ങോട്ട് മാറിയിരിക്കാം. അങ്ങനെ ഇവർ കുറച്ചൊന്ന് മാറി അവിടെ ഒരു പീഠത്തിൽ ഇരുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ അവരെ കാണാൻ വരികയാണ്. അത് അഗ്നിദേവനായിരുന്നു. എന്നാൽ ആകെ തേജസ് അറ്റ് അങ്ങനെ ഇരിക്കുന്ന ആ ബ്രാഹ്മണൻ ഇവരോട് അഭ്യർത്ഥിക്കുകയാണ്, എനിക്ക് അന്നഭിക്ഷ തരണം. ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും അന്നം ഭക്ഷിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ രണ്ടുപേരും എനിക്കുണ്ടാക്കി തരണം. ഞാൻ അഗ്നിദേവനാണ്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, അങ്ങേക്ക് ഏത് രീതിയിലുള്ള അന്നമാണ് വേണ്ടത്? അപ്പോൾ അഗ്നിദേവൻ പറയും, എനിക്ക് ഗാണ്ഡവ വനം ഭക്ഷിക്കാനായിട്ട് നിങ്ങൾ അതിനുള്ള അവസരം ഒരുക്കിത്തരണം. അതെന്തുകൊണ്ടാണ് ഗാണ്ഡവ വനം തന്നെ വേണം എന്ന് പറയുന്നത് എന്ന് ജനമേജയൻ ചോദിക്കുന്നുണ്ട്. കാരണം ഗാണ്ഡവ വനത്തിൽ ഒരുപാട് പക്ഷിമൃഗാദികളുണ്ട്. എന്നാൽ ഈ പക്ഷിമൃഗാദികളും മറ്റ് ഈ കാട്ടിലെ ഉണങ്ങിയ മരങ്ങളും എല്ലാം ഭക്ഷിച്ച് അങ്ങനെ തുടങ്ങുന്ന സമയത്ത് അവിടെ തക്ഷകൻ വസിക്കുന്നുണ്ട് ഈ ഗാണ്ഡവ വനത്തിൽ. അപ്പോൾ ആ തക്ഷകന് ഒരു സംരക്ഷണമായിട്ട് ഇന്ദ്രൻ എല്ലായ്പ്പോഴും അതിവർഷം അവിടെ പെയ്യിക്കും. അങ്ങനെ പിന്നെ അഗ്നിക്ക് ആ ഗാണ്ഡവ വനം ദഹിപ്പിക്കാൻ സാധിക്കാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗാണ്ഡവ വനം തന്നെ ദഹിപ്പിക്കണം എന്ന നിർബന്ധം എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ജനമേജയ രാജാവ് ഒരു കഥ പറയുകയാണ്. പണ്ട് ഇന്ദ്രതുല്യം പ്രഭാവത്തോടു കൂടിയ ശ്വേതകി എന്നൊരു രാജാവുണ്ടായിരുന്നു. ഈ രാജാവിന് യാഗം ചെയ്യിക്കുക എന്നത് ഒരു ഹരമായി തീർന്നു. ഒന്നിനു പുറകെ ഒന്നായിട്ട് യാഗം ചെയ്തുകൊണ്ടേയിരുന്നപ്പോൾ ഈ യാഗത്തിൽ ഒഴിക്കുന്ന ഹവിസിൻ്റെ ആ പുക ഏറ്റിട്ട് ഋത്വിക്കുകൾക്കൊക്കെ കണ്ണു പുകഞ്ഞ് അവർ പിന്നെ ഇങ്ങോട്ട് വരാതെയായി. അവർക്കൊക്കെ ബുദ്ധിമുട്ടായി. കാരണം ഇത് ഒരു വർഷമൊന്നുമല്ല, ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യാഗമാണ് ഇദ്ദേഹം ചെയ്യുക. ഇനി ഒന്ന് കഴിഞ്ഞൊന്ന് വിശ്രമിക്കാം എന്ന് വെച്ചാൽ ഉടനെ അടുത്തത് ചെയ്യാൻ ഉദ്ദേശിച്ച് ഇവരെല്ലാം വീണ്ടും വിളിച്ചു വരുത്തും. അങ്ങനെ പിന്നെ ഇദ്ദേഹം വിളിച്ചാൽ ആരും വരാതെയായി. എങ്കിലും ഇദ്ദേഹത്തിന് യാഗം നടത്തണമെന്ന ആഗ്രഹത്തിന് ഒരു കുറവും ഉണ്ടായില്ല. എന്നാൽ അവസാനം ഇദ്ദേഹത്തിൻ്റെ ഈ അഭ്യർത്ഥന കേട്ട് നിവൃത്തിയില്ലാതെ അവർ പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്യൂ, രുദ്രനെ പ്രസാദിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തൂ. അങ്ങനെ ഈ രാജാവ് രുദ്രനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്തു. അപ്പോൾ രുദ്രൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അങ്ങ് 12 വർഷം നെയ്യ് മാത്രം അങ്ങ് തന്നെ അഗ്നിയിൽ ഇങ്ങനെ ഹോമിച്ചുകൊണ്ട് എന്നെ പ്രസാദിപ്പിക്കൂ, അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്തു വേണം എന്ന്. അങ്ങനെ 12 വർഷം ഈ അഗ്നിയിൽ നെയ്യ് മാത്രം ഒഴിച്ച് അദ്ദേഹം രുദ്രനെ പ്രസാദിപ്പിച്ചു. അങ്ങനെ രുദ്രഭഗവാൻ പറഞ്ഞു, എൻ്റെ അംശജനായിട്ടുള്ള ദുർവാസാവ് മഹർഷി അങ്ങേക്കു വേണ്ടി യാഗം ചെയ്തു തരും. അങ്ങനെ ദുർവാസാവ് മഹർഷിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു 12 വർഷത്തെ യാഗം തുടങ്ങി. ഈ യാഗത്തിൽ അഗ്നിയിൽ നെയ്യ് ഹോമിച്ചു. ഇങ്ങനെ ഹോമിച്ച്
അഗ്നി ഇത് തന്നെ 12 വർഷവും ഭക്ഷിച്ചതിനാൽ അഗ്നിക്ക് അജീർണം സംഭവിച്ചു. അതായത് ആകപ്പാടെ ഒരു ദഹനക്കേട്, മറ്റൊരു ഭക്ഷണവും കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അഗ്നിയുടെ ആ തേജസ്സൊക്കെ മങ്ങി. ഇതിനൊരു പരിഹാരം എന്താണ് എന്ന് അറിയാനായിട്ട് ബ്രഹ്മദേവനെ സമീപിച്ചപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, അങ്ങ് ഗാണ്ഡവവനം ദഹിപ്പിച്ചുകൊള്ളൂ. കാരണം ഗാണ്ഡവവനത്തിൽ പലതരത്തിലുള്ള വൃക്ഷലതാദികളുണ്ട്, പക്ഷിമൃഗാദികളുണ്ട്. ഇതെല്ലാം ഭക്ഷിച്ചാൽ അങ്ങേക്ക് പഴയതുപോലെ ആ ഊർജ്ജസ്വലത കൈവരുന്നതാണ്. ഇങ്ങനെ ബ്രഹ്മാവിൻ്റെ വാക്ക് കേട്ട് അഗ്നി ഗാണ്ഡവവനം ദഹിപ്പിക്കാൻ ഒരുങ്ങി. എന്നാൽ ആ ഗാണ്ഡവവനത്തിൽ വസിച്ചിരുന്ന ആനകളൊക്കെ തങ്ങളുടെ തുമ്പിക്കൈയിൽ ജലം കൊണ്ടുവന്ന് ഈ അഗ്നിയെ കെടുത്താൻ തുടങ്ങി. ഒരു തരത്തിലും ആ അഗ്നിക്ക് അത് മുഴുവനായി കത്തിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നിരാശനായിട്ട് അവിടുത്തെ ആ വനത്തിൽ വസിക്കുന്ന ഈ മൃഗങ്ങളൊക്കെ അത്രയും ശക്തരാണ് എന്ന് കണ്ടിട്ട് ഈ അഗ്നി വീണ്ടും ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങ് കുറച്ചു നാളൊന്നു കാത്തിരിക്കൂ. സാക്ഷാൽ നരനാരായണന്മാർ ഭൂമിയിൽ അവതരിക്കാനുള്ള സമയമായി. അവർ ഭൂമിയിൽ അവതരിക്കുമ്പോൾ അവരുടെ സഹായത്തോടെ അങ്ങേക്ക് ഗാണ്ഡവവനം ദഹിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ അഗ്നി ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കൃഷ്ണാർജുനന്മാർ ഈ യമുനാതീരത്ത് വന്നതായിട്ട് അഗ്നി മനസ്സിലാക്കിയതും. അങ്ങനെ ബ്രഹ്മാവിൻ്റെ അനുവാദത്തോടെ ഇവരാണ് നരനാരായണന്മാർ എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ സഹായിക്കാനായിട്ട് അഗ്നി അവരുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ കൃഷ്ണാർജുനന്മാർ പറഞ്ഞു, ഞങ്ങൾ സഹായിക്കാം. പക്ഷേ അർജുനൻ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള ഈ ആയുധം മാത്രം പോരാ, അതിന് തക്കതായ ശക്തമായ ആയുധങ്ങൾ ആവശ്യമുണ്ട്. കൃഷ്ണനും വേണ്ടത്ര ആയുധങ്ങൾ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അഗ്നി ഭഗവാൻ പറഞ്ഞു, അതിന് ഞാൻ വഴിയുണ്ടാക്കാം. അങ്ങനെ വരുണനെ പ്രാർത്ഥിച്ചു വരുത്തി. അങ്ങനെ വരുണൻ കൊടുത്തതാണത്രേ ഗാണ്ഡീവം എന്ന വില്ല്. അതുപോലെ ഒരുപാട് അസ്ത്രജാലങ്ങൾ, രഥം. ഇതേപോലെ വരുണൻ ഭഗവാന് കൊടുത്തതാണത്രേ ചക്രായുധം, അതുപോലെ കൗമോദകി എന്ന ഗദ. ഈ ഒരു സമയത്ത് അഗ്നിദേവൻ സമ്മാനിച്ച ആ തേർ വിശ്വകർമാവ് സൃഷ്ടിച്ചതാണ്. ഈ തേരിൻ്റെ കൊടിയടയാളമായിട്ട് സാക്ഷാൽ ഹനുമാൻ സ്വാമി കുടികൊണ്ടതും ഈ സമയത്താണ് എന്ന് പറയുന്നു. ഇങ്ങനെ ഇവർ ധൈര്യം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നി ആ ഗാണ്ഡവവനത്തെ ചുട്ടെരിയിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാണികളൊക്കെ പല വഴിക്കായി ഓടുന്ന സമയത്ത് കൃഷ്ണാർജുനന്മാർ അവരെ പോയി തടഞ്ഞിട്ട് എല്ലാ ജീവജാലങ്ങളെയും കൊന്നു തള്ളാൻ തുടങ്ങി. അങ്ങനെ കൊന്നു തള്ളിയ എല്ലാ മൃഗങ്ങളെയും പക്ഷിമൃഗാദികളെയും ഈ അഗ്നി തനിക്ക് ഭക്ഷണമാക്കിക്കൊണ്ടിരുന്നു. ജലാശയം വറ്റാൻ തുടങ്ങി. എല്ലാ വൃക്ഷലതാദികളും കത്തിക്കാളാൻ തുടങ്ങിയപ്പോൾ അങ്ങ് ദേവലോകം വരെ ചുട്ടെരിയുന്നുവോ എന്ന് തോന്നിപ്പോയി. അപ്പോഴാണ് ഇന്ദ്രൻ ഇവിടെ ഗാണ്ഡവവനം ദഹിച്ചു പോവുകയാണ് എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഉടനെ തന്നെ ഇന്ദ്രൻ അതിഗംഭീരമായ വർഷം ആരംഭിച്ചു. എന്നാൽ ആ വർഷത്തെ തടുക്കാനുള്ള ആയുധം ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അർജുനൻ ആ വർഷത്തെ ഇല്ലാതെയാക്കി. ഇങ്ങനെ പരസ്പരം ദേവന്മാരും ഈ ഇന്ദ്രന്റെ സഹായത്തിനായിട്ട് എല്ലാ ദേവന്മാരും ഒത്തുചേർന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇവിടെ കൃഷ്ണാർജുനന്മാരും ദേവന്മാരും തമ്മിലുള്ള യുദ്ധമായി പിന്നീട് അതിഗംഭീരമായ യുദ്ധവർണ്ണന തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ദേവന്മാരോടുകൂടെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇന്ദ്രന് കൃഷ്ണാർജുനന്മാരെ ജയിക്കാൻ സാധിച്ചില്ല. അങ്ങനെ എല്ലാവരും പിന്തിരിഞ്ഞപ്പോൾ ഇന്ദ്രൻ ഒരു അശരീരി കേൾക്കുകയാണ്. ഇന്ദ്ര, നിനക്കിവരെ തോൽപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഇവർ സാക്ഷാൽ നരനാരായണന്മാരാണ്. ഇവരെ ഈ പോരിൽ തോൽപ്പിക്കാൻ നിനക്കെന്നല്ല, ഈ ഭൂമിയിൽ ഈ 3 ലോകത്തിലും ഒരാൾക്കും സാധിക്കില്ല. അതുകൊണ്ട് പിന്തിരിയുന്നതാണ് നിനക്ക് നല്ലത്. പിന്നെ ഈ ഗാണ്ഡവവനം ദഹിക്കുക എന്നത്
ഈശ്വര നിശ്ചയമാണ്. അതിനെതിരെ നിൽക്കാൻ നിനക്ക് സാധിക്കുകയില്ല. നീ ആരെ രക്ഷിക്കാനാണോ ഈ ഖാണ്ഡവ വനത്തിൽ ഇങ്ങനെ മഴ പെയ്യിക്കുന്നത്, ആ തക്ഷകൻ ഇപ്പോൾ ഇവിടെ ഇല്ല. ആ തക്ഷകനെ രക്ഷിക്കാനാണെങ്കിൽ നീ ഇതിന് നിൽക്കേണ്ടതില്ല. തക്ഷകൻ കുരുക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഇതിൽ നിന്ന് പിന്മാറണം എന്നാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ ആ യുദ്ധം മതിയാക്കി കൃഷ്ണാർജുനന്മാരെ നമസ്കരിച്ച് തിരിച്ചുപോയി. ഇങ്ങനെ കൃഷ്ണാർജുനന്മാരുടെ സഹായത്തോടെ അഗ്നി ഖാണ്ഡവവനത്തെ ദഹിപ്പിച്ച ആ കഥയാണ് മഹാഭാരതത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. മഹാഭാരതം മഹാഭാരതം